പാലക് ചീര ഉപയോഗിച്ചിട്ടുള്ള ഒരു തോരനാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ കഞ്ഞിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ പാലക് ചീര തോരൻ റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 200 ഗ്രാം പാലക് ചീര വാങ്ങിയിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു സ്ട്രെയിനറിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ വെള്ളം മുഴുവനൊന്ന് പോകണം. അപ്പോൾ വെള്ളം മുഴുവൻ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ സാധാരണ ചീര അരിയുന്നത് പോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ചീര മുഴുവനും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇടിച്ചെടുക്കണം. ആദ്യം 2 ചുവന്നുള്ളി ഇതിലേക്ക് ചേർക്കാം. പിന്നെ ഒരു പച്ചമുളക്, 2-3 അല്ലി ചെറിയ വെളുത്തുള്ളി എടുക്കാം, തൊലി കളഞ്ഞിട്ടില്ല. പിന്നെ ഒരു ഉണക്കമുളക്. ഇത്രയും എടുത്തിട്ട് ഇത് 4ഉം കൂടെ ഒരുമിച്ച് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് ചതച്ചെടുത്ത് വെക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കാം. ചട്ടി ചൂടായി കഴിയുമ്പോഴേക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. ഈ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ചതച്ച് വെച്ച സാധനങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റി വെളുത്തുള്ളിയുടെയൊക്കെ ഒരു കളർ മാറി വരണം. ആ സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചീര ഇതിലേക്ക് ചേർക്കാം. മുഴുവൻ ചീരയും ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ചീര വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും. പ്രത്യേകിച്ച് പാലക് ചീര വളരെ എളുപ്പത്തിൽ വെന്ത് കിട്ടും. നിങ്ങൾ കണ്ണൂർ കിച്ചൺ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചുവന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ട് അതിൻ്റെ അടുത്ത് കാണുന്ന ഈ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ഒരു 4-5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിന്ന് തുറന്ന് നോക്കാം. ചീര വെന്തിട്ടുണ്ട്, പക്ഷേ ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളം നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. ഇതുപോലെ കുറച്ച് സമയം തുറന്ന് വെച്ചിട്ട് ഇതുപോലെ ഇളക്കി എടുക്കുമ്പോഴേക്കും വെള്ളം നന്നായിട്ട് വറ്റി കിട്ടും. ചീരയിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വരെ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്കിതിനെ അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് ഒരു സെർവിങ് ബൗളിലേക്ക് എടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീരത്തോരൻ റെഡി ആയി കഴിഞ്ഞു. പാലക് ചീരയുടെ തോരനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്